ഹായ്, ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. കേക്കിൻ്റെ റെസിപ്പി വീഡിയോ കേട്ടിട്ട് ഒരുപാട് കാലമായി. നമ്മൾ ഏകദേശം എല്ലാ ഫ്ലേവറിൻ്റെ റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലേവർ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കു അരച്ച് വെച്ചതാണ് കേട്ടോ ചേർക്കുന്നത്, സപ്പോട്ട. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവർ മനസ്സിലായില്ലേ? നമ്മൾ ചിക്കു കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കട്ട് ചെയ്തിട്ട് വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കു എടുക്കുന്ന ടൈമിൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ ഒന്നും തീരെ ഉണ്ടാവരുത് കേട്ടോ. കാരണം എന്താ പറയുക, ഒരു പശ പോലെ ഉണ്ടാവുമല്ലോ ഈ ഒരു ചിക്കുവിൽ. അപ്പോൾ നല്ല പഴുത്തത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോൻപായത് കാരണം മധുരം ഒന്നും നോക്കിയിട്ടില്ല. എൻ്റെ ഒരു ഊഹം വെച്ച് അങ്ങ് ഇട്ട് കൊടുത്തതാണ്. ഏകദേശം നല്ല മധുരമുള്ള ഒരു ചിക്കുമായിരുന്നു നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ മധുരം കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുണ്ടായിരുന്നു, കാരണം നോമ്പല്ലേ. അല്ലെങ്കിലും ഇവിടെ പൊതുവേ മധുരം കുറച്ചിട്ടുണ്ടോ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സിലായാലും മധുരം നന്നായിട്ട് കുറച്ചിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. പൈനാപ്പിളൊന്നും വിളയിക്കണ പോലെ നമ്മൾ ഒരുപാട് ഇട്ട് വിളയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ മധുരം അതിലേക്കൊന്ന് മെൽട്ടായിട്ട് യോജിച്ച് വരുന്ന വരെ ഒന്ന് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. ചൂടാറിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഓൾറെഡി തിളപ്പിച്ചതാണ്. അതിൻ്റെ കൂടെ നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ചിക്കുൻ്റെ, അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലേവറും കൂടി നമ്മൾ സ്പഞ്ചിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. ഞാൻ ഈ അടുത്തൊരു കേക്ക് കോമ്പറ്റീഷന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു ചിക്കു ഫ്ലേവറിൽ ഈ ഒരു കേക്ക്. ആ കേക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഒന്നാമത് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് ചിക്കു, അതുപോലെ ബട്ടറൊക്കെ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. ഇനിയിപ്പോൾ ചിക്കു ഇഷ്ടമല്ലാത്തവർക്കൊന്നും ഇത് ഇഷ്ടമാവാൻ സാധ്യതയില്ല കേട്ടോ. പൊതുവെ ഫ്രഷ് ഫ്രൂട്ടൊക്കെ എനിക്ക് വെച്ചിട്ടുള്ള കേക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ടെൻഡർ കോക്കനട്ട് ആയാലും അതുപോലെ പൈനാപ്പിളിൻ്റെതൊക്കെ ആയാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഫ്രൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കേക്ക് ബോർഡിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് നോർമൽ 1 kg 7 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ക്രീം, ഞാനിതിൽ 2 സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. 2 തരത്തിൽ ഇത് ഫില്ലിങ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ചേർത്തു. പിന്നെ നമ്മൾ ചിക്കുവിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചിക്കു പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രത്യേകത. നമ്മൾ കസ്റ്റമറിന് ഉണ്ടാക്കി കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗൊക്കെ എടുക്കും, നല്ല ലെയറിലൊക്കെ ചെയ്തെടുക്കും. നമ്മൾ വീട്ടിലേക്ക് ചെയ്യുമ്പോൾ നോർമലായിട്ട് പൈപ്പിംഗ് ബാഗോ കാര്യങ്ങളൊന്നും എടുക്കില്ല, ഇതുപോലെ ഉണ്ട് റഫായിട്ടാണ്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് ചിക്കു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ അതും കൂടി വെച്ച് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പഞ്ച് ഞാൻ നോർമലായിട്ട് ഒരു വാനില സ്പഞ്ചാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ ഫ്ലേവറായിട്ട് ഞാൻ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ കേക്ക് സ്പഞ്ചിലേക്ക് തന്നെ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മളെ ചിക്കുയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഐഡിയ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ 2 തരത്തിൽ നമുക്കിത് സോക്ക് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു റിച്ച് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ റിച്ച് ഫില്ലിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാ ഞാൻ നെക്സ്റ്റ് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡയറക്റ്റ് വിപ്പിംഗ് ക്രീമും അതിലേക്ക് നമ്മളെ ചിക്കുൻ്റെ പേസ്റ്റും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് 3ാമത്തെ ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ നമ്മളെ കയ്യിൽ നിന്ന് കേക്ക് കൊണ്ടുവരുന്ന നമ്മളെ സ്ഥിരം കസ്റ്റമറിന് കേട്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഒരു ടൈമിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഇനിയിപ്പോൾ ഏത് ഫ്ലേവറാണ് ഇനി ടേസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒട്ടുമിക്ക എല്ലാ ഫ്ലേവറും അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അന്ന് ചിക്കു ചെയ്ത് തരാൻ പറ്റുമോ എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിക്കു ഞാൻ അങ്ങനെ ആർക്കും ചെയ്ത് കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല, ഞാനായിട്ട് കഴിച്ചിട്ടുമില്ല, അപ്പോൾ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അന്ന് റിസ്ക് എടുക്കാൻ നിന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് എൻ്റെ ഒരു മെനുവിൽ ഈ ഒരു ചിക്കു ഫ്ലേവർ കേക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫുട്ബോളിൻ്റെ ആ ഒരു തീമിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ ഫ്രഷ് ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചിക്കു വെച്ചിട്ടൊക്കെ ഡെക്കറേഷൻ വേണം ചെയ്ത് കൊടുക്കാം കേട്ടോ മുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.